കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഇന്നലെ കാസർഗോഡ് പറഞ്ഞിരുന്നു. പരാതി വന്നാൽ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരാതി വരട്ടെ, നമുക്ക് അതിന്റെ പരാതിയുടെ സ്വഭാവം നോക്കി ആവശ്യമായ അന്വേഷണം അത് അവര് പരിശോധിക്കേണ്ട വിഷയമാണ്. പാർട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDF കമ്മിറ്റിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഇതുവരെ നേരിട്ടാരും പരാതി തന്നിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്ന് മാധ്യമ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് KPCCയോ UDF അന്വേഷിക്കുന്നതിന് ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നല്ലേ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ അവർക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അല്ല, അതിനകത്ത് KPCCക്ക് ഒരു നിലപാടില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അടുത്ത് പരാതി പറയട്ടെ, അപ്പൊ പഠിക്കാം. അത് രാഷ്ട്രീയ വിഷയം എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പറയാം. ഞങ്ങളുടെ അടുത്ത് പരാതി വന്നിട്ടില്ല. അതിനകത്ത് എന്താണ് സാർ, ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പറയാൻ ഒരു മടി എന്നുള്ളതാണ് ചോദ്യം. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് ഉചിതമായ തീരുമാനം എടുക്കട്ടെന്നാണ് പറഞ്ഞത്. KPCC അധ്യക്ഷൻ പദവി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നും ജന്തർ മന്ദിർ സമരവേദിയിലാണ് നേതാക്കളെന്നും ഇതിനാലാണ് വൈകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലോ. അല്ല, അതില് ഡൽഹിയിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ സമരങ്ങളല്ലേ, ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. ആ സമരങ്ങളുടെ രംഗവേദിയിലാണ് എല്ലാ നേതാക്കന്മാരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇന്നാണ് വന്നിട്ടുള്ളത് വയനാട്ടിലേക്ക് തന്നെ. KC വേണുഗോപാലും അവിടെയാണ്, അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനും അവിടെയാണ്. അവരെല്ലാം സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം അറിയിക്കും. ഞാൻ കുറേശ്ശേക്ക് ഓടുന്നുണ്ട്. PK ശ്രീമതി ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ വ്യാജ പ്രചരണത്തിലും സണ്ണി ജോസഫ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അത് ഇത്തരം കാര്യങ്ങളെല്ലാം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പഠിച്ചിട്ട് വേണം. രാഷ്ട്രീയ നേതാക്കന്മാരെ അനാവശ്യമായിട്ട് ആക്ഷേപിക്കുന്ന നടപടികളിൽ വളരെയേറെ പ്രയാസമുണ്ട്. ശ്രീമതി ടീച്ചറുടെ പ്രതിഷേധത്തിലും വേദനയിലും ഞാനും പങ്കുചേരുകയാണ്.